വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങളിന്ന് പട കാണാൻ പോവാണേ. അവിടെ ചെന്ന് കുറച്ചു നേരം നോക്കിക്കൊണ്ട് നിന്നപ്പോഴത്തേക്കും മാനത്തല വെടിക്കെട്ടൊക്കെ വന്നിട്ടാ. ഇത് പടക്കളത്തിൽ നിന്ന് പട പുറപ്പെടുന്നതിന്റെ സൂചനയാട്ടോ. ഞങ്ങൾ ആദ്യം തന്നെ എത്തിയോണ്ട് ഞങ്ങൾക്ക് നേരത്തെ സീറ്റൊക്കെ കിട്ടിയിട്ടാ. സീറ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ നിന്നാട്ടോ, ഈ റോഡ് സൈഡിൽ നിന്നാണ് മിക്കപ്പോഴും കാണുന്നത്. ആദ്യം തന്നെ നമ്മുടെ തമ്പുരാന്റെ വാളാണ് വന്നത്. ഈ വാളിന് ശേഷം അടുത്തതായിട്ട് വരുന്നത് തമ്പുരാന്റെ സ്വന്തം വേടന്മാരാട്ടോ. ഈ വേടന്മാരും കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പരിപാടികളൊക്കെ പുറകെ വരും കേട്ടോ. ഇനി ഇവരുടെ പരിപാടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇവരാദ്യം നടന്നാണ് വന്നെങ്കിലും കറക്റ്റ് ഞങ്ങളുടെ അവിടെ എത്തിയപ്പോ തന്നെ 1-2 മിനിറ്റ് വരെ ഡാൻസ് കളിച്ചേ. നല്ല സൂപ്പർ ഡാൻസ് ആയിരുന്നു ഗൈസ്. കേശുട്ടി പറഞ്ഞ പോലെ നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ ഇവരുടെ. ഇവര് കഴിഞ്ഞതിന് ശേഷമാണ് ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ വരണ്ടാവുക കേട്ടോ. ഞങ്ങൾ എല്ലാ കൊല്ലം ഇത് കാണാനായിട്ട് വരും കേട്ടോ. ഇന്ന് കേശുട്ടി ആണെന്നുണ്ടെങ്കിൽ വന്നപ്പോ തന്നെ ആദ്യം അവൻ വണ്ടികളൊന്നും ഇതുവഴി വരാത്തോണ്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണല്ലോ. അവൻ ആദ്യം ഫ്രണ്ടിൽ കയറി സീറ്റ് പിടിച്ചിട്ടാ. എന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവന് പേടിപ്പിക്കുന്ന രൂപങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അവൻ ഓടിച്ചാടി ഞങ്ങളുടെ പുറകെ വന്ന് നിൽക്കും കേട്ടോ. അടുത്തത് ഇവരുടെ പരിപാടിയാണ്. ഇത് നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ഇവരാദ്യം തീയും പുകയും പാർച്ചുകൊണ്ടൊക്കെയാണ് വന്നെങ്കിൽ പക്ഷെ നല്ല പരിപാടിയായിരുന്നു. പിള്ളേർക്കൊക്കെ കുറച്ച് പേടിയാവും കേട്ടോ. അതിനുശേഷം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പേരാണ് പട. അതായത് നമ്മുടെ തമ്പുരാൻ ക്ഷേത്രത്തിലെ ചുഴാറ്റോട്ട തമ്പുരാൻ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമായിട്ടാട്ടോ ഇതെല്ലാം കൊല്ലം നടക്കുന്ന ഒരു പരിപാടിയാണ്. ഇതിനകത്ത് പടക്കളത്തിൽ നിന്ന് ഈ രൂപങ്ങളും തമ്പുരാന്റെ വാളുമായിട്ട് ഈ രൂപങ്ങളെല്ലാം കൂടെ നേരെ അമ്പലത്തിലേക്കാട്ടോ നേരെ പോവുക. അടുത്തത് നമ്മുടെ പ്രേതങ്ങളാട്ടോ വന്നേ. ഈ പ്രേതങ്ങളുടെ ഇടയിൽ ദൈവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിന്റെ ഇടയിൽ ചെണ്ടകൊട്ടും ഡാൻസും ആൾക്കാരുടെ ഡാൻസും എല്ലാം ഭയങ്കര പ്രപഞ്ചമായിരുന്നേ. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഇനി ബാക്കിയുള്ളതൊക്കെ പുറകെ വരിക കേട്ടോ. ഞങ്ങൾ ഒരു കൊല്ലം പോലും ഇത് മിസ്സാക്കാറില്ല കേട്ടോ. ഞാൻ ഇവിടെ വന്നതിന് ശേഷം എല്ലാ കൊല്ലം തന്നെ ഇത് കാണാനായിട്ട് പോവാറുണ്ട്. ഇത് ഈ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. ഇത് ഈ നാടിന്റെ തന്നെ ഒരു ഉത്സവം കേട്ടോ. ഒത്തിരി ആൾക്കാരും കാര്യങ്ങളും ഒക്കെ ഇത് കാണാനായിട്ട് ഇവിടെ വരാറുണ്ട് കേട്ടോ. ഇവരുടെ പരിപാടി നല്ല രസമുണ്ടായിരുന്നു. ഇവര് റോട്ടിൽ കിടന്നിട്ടുള്ള പരിപാടി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇത് ഞങ്ങളാണ് ആദ്യം തന്നെ വന്നത് കേട്ടോ. ചേച്ചിയൊന്നും ഇപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ചേച്ചിയൊക്കെ ഇതിന്റെ പുറകെ പിന്നെ ബ്ലോക്കായിരുന്നു. ബ്ലോക്കിൽ പെട്ട് കിടക്കുമായിരുന്നാണ് പറഞ്ഞത്. എന്നാലും അവർ കണ്ടിട്ടല്ല. ഇത് നേരെ ഇനി അമ്പലത്തിലേക്കാണ് പോവാ. ഞങ്ങള് കഴിഞ്ഞ കൊല്ലം വരെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്കൊല്ലം പിന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയില്ല. കാരണം വെച്ചാൽ ഇവിടെ വന്ന് ഇത് കണ്ടു കഴിഞ്ഞ് ഇത് നേരെ വീട്ടിലേക്ക് പോവാന്ന് ഓർത്തിരിക്കായിരുന്നു കേട്ടോ. അടുത്ത ഗർഭിണി ഇതും കൂടെ കഴിഞ്ഞ് ഈ പരിപാടി കഴിഞ്ഞിട്ടാ ഇനി നേരെ ഇവരങ്ങ് അമ്പലത്തിലേക്ക് പോയി. ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ വെല്ലിമ്മയുടെ വീടുണ്ട് കേട്ടോ ഇവിടെ, അങ്ങോട്ടേക്കാണ് പോയത്. അപ്പോഴത്തേക്കും തന്നെ ചേച്ചിയൊക്കെ അവിടെ എത്തിയിട്ടാ. ചേച്ചിയൊക്കെ വന്നതിന് ശേഷം പിന്നെ ഞാനും ചേച്ചിയും കൂടെ അവിടെ ഇരിക്കുവായിരുന്നേ. ഞാൻ കയറി ചേച്ചിയുടെ മടിയിലൊക്കെ ഇരുന്ന് അവിടെ ഞങ്ങൾ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുവായിരുന്നു ഡാൻസ് ഒക്കെ കളിച്ചോണ്ട്. ഇനി അതെല്ലാം കഴിഞ്ഞ് നേരെ ഇനി വീട്ടിലേക്ക് പോകാനുള്ള സമയം. ഇപ്പൊ തന്നെ 10 മണിയൊക്കെ കഴിഞ്ഞിട്ടാ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ചാച്ചാ ബൈ ബൈ, സീ യു.